നമ്മുടെ അൻസിബയും ജിൻഡോയും ഋഷിയും അഭിഷേകും എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അൻസിബ നോറയെ പറ്റിയാണ് പറയുന്നത്. നോറയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഇവിടെ എന്ന്. കാരണം അവളുടെ കാര്യങ്ങൾ മാത്രമാണ് അവൾ എല്ലാവരോടും പറയുന്നത്. അവൾ എപ്പോഴും പറയുന്നു അവൾക്ക് അവളെ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന ഇവള് മറ്റുള്ള ആരുടെയെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ? ഇല്ല, കേൾക്കത്തില്ല. അവൾ ആരുടെയെങ്കിലും കാര്യം കേൾക്കുമ്പോൾ അവൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കും. മാതാപിതാക്കളെ ഇത്രമേൽ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തൊരു മത്സരാർത്ഥി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് അൻസിബ തുറന്നടിക്കുകയാണ്. കാരണം നോറ ഇവിടെ വന്നപ്പം മുതൽ സ്വന്തം മാതാപിതാക്കളെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. താൻ മാത്രം നല്ലത്, ബാക്കി എല്ലാവരും മോശം എന്നുള്ള രീതിയിൽ തന്നെയാണ് നോറ സംസാരിക്കുന്നത്. അത് അൻസിബ പറഞ്ഞത് 100% ശരിയാണ്. നോറയ്ക്ക് നോറയുടെ കാര്യം മാത്രം, നോറയുടെ കഥകൾ പ്രേക്ഷകരിൽ എത്തിക്കുക, നോറയുടെ കഥകൾ കേൾക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തുക, എന്നിട്ട് നോറയുടെ കഥകൾ മാത്രം പറയുക. മറ്റുള്ളവരെ കേൾക്കാനോ അവരെപ്പറ്റി ചിന്തിക്കാനോ നോറയ്ക്ക് സമയമില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഈ കരച്ചില്, ദേഷ്യം ഇതെല്ലാം ഉപയോഗിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോറ മാതാപിതാക്കളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവർ ബിഗ് ബോസിൽ വന്നപ്പോഴോ ഇന്നലെ ലാലേട്ടൻ വന്നപ്പോഴും നോറയോട് ചോദിക്കുന്നുണ്ട്. നോറ മാതാപിതാക്കൾ വന്നപ്പം സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോഴും നോറയ്ക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് അതൊന്നുമല്ല. ഒരു പിതാവും നല്ല രീതിയിൽ നോറ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം ഏതോ ഒരു വലിയ സംഭവമാണ്, പിതാവ് വരുത്തില്ല എന്നൊക്കെയായിരുന്നു നോറ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെയൊക്കെ തൻ്റെ ഗെയിമിനെ തന്നെ മാറ്റിമറിച്ചതാണ് ഈ നോറയുടെ പിതാവ് വന്നപ്പോൾ. അപ്പം നമ്മുടെ അൻസിബ പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത ഔദാര്യമാണ് അവൾ ഇവിടെ നിൽക്കാനുള്ള കാരണം ഈ പ്രാവശ്യം റസ്മിനായിരിക്കത്തില്ല പുറത്തു പോകേണ്ടത്, നോറയുടെ ഈ ഗെയിം കണ്ട് നോറയായിരിക്കും പുറത്തു പോകേണ്ടത്, ഞാനാണ് അവൾക്ക് ഔദാര്യം കൊടുത്തത് എന്ന് അൻസിബ പറയുന്നുണ്ട്. അപ്പം ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, റസ്മിനെ പുറത്താക്കാനുള്ള കാരണം നോറയാണ്. അവൾ അവസാനം അങ്ങനെ റസ്മിനെ പുറത്താക്കി. അവൾ ഭയങ്കര ബുദ്ധിപരമാണ് കളിക്കുന്നത്. ഇനിയും ശ്രദ്ധിച്ചു, അവൾ കളിക്കുന്നത് അൻസിബയ്ക്കും ശ്രീധുവിനും എതിരായിട്ടായിരിക്കും കളിക്കുന്നത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അത് അവരെ സമ്മതിക്കുന്നുമുണ്ട്. അഭിഷേകും പറയുന്നുണ്ട് ഇതുപോലെ, ഞാൻ ഒരു കാര്യം അവൾ പറയുന്നത് ശ്രദ്ധിക്കാനേ പോകത്തില്ല, അവളുടെ കാര്യമെല്ലാം നമ്മൾ കേൾക്കണം, നമ്മുടെ കാര്യമൊന്നും അവൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് അഭിഷേകും പറയുന്നുണ്ട്. അങ്ങനെ ഈ നോറയെ പറ്റി ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അൻസിബ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശമൊക്കെ തുല്യമാണ്. എല്ലാവരെയും മനസ്സിലാക്കാൻ അൻസിബയ്ക്ക് കഴിയുന്നുണ്ട്. ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ റസ്മിനെ ആദ്യമേ പുറത്താക്കി. ഇനിയിപ്പോൾ അൻസിബയ്ക്കും നമ്മുടെ ശ്രീധുവിനും എതിരെയായിരിക്കും നോറയുടെ കളിയെന്ന് 100% ഉറപ്പാണ്.